ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാനതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നത് ശ്രദ്ധിക്കൂ. അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കിന്ന് അല്പമായി ചിന്തിക്കാം. ഈ പുസ്തകം ഇല്ലായിരുന്നുവെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം എഴുതിയിരിക്കുന്ന സുവിശേഷങ്ങളും അതിനുശേഷം റോമർ മുതൽ ഉള്ള ലേഖനങ്ങളും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകുമായിരുന്നില്ല. കാരണം റോമ ലേഖനം മുതൽ ഫിലമോൻ്റെ ലേഖനം വരെയുള്ള ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. പൗലോസ് ആരാണെന്നോ എന്താണ് അദ്ദേഹത്തിന് ക്രിസ്തീയ വിശ്വാസവുമായിട്ടുള്ള ബന്ധമെന്നോ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ ആ വലിയ അറിവ് ക്രിസ്തീയ സഭയ്ക്ക് നൽകുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ തുടക്കത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്ന 11 പേരും പിന്നെ അവർ ഒരാളെ കൂടെ ചേർത്ത് അങ്ങനെ 12 പേരായി. പത്രോസ് ആയിരുന്നു ആ സമയത്ത് ശിഷ്യന്മാർക്ക് വേണ്ടി സംസാരിച്ചിരുന്നയാൾ. പ്രസംഗിച്ചത് പത്രോസ് ആണല്ലോ. എന്നാൽ ക്രമേണ പത്രോസിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നതും പൗലോസ് ജാതികളുടെയും മറ്റ് രാജാക്കന്മാരുടെയും മുമ്പിൽ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി പോകുന്ന ഒരു അപ്പോസ്തലനായി മാറുകയും ചെയ്തു. ഈ കാര്യം അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് സുവിശേഷങ്ങളും ലേഖനങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ അപ്പോസ്തല പ്രവൃത്തി വലിയൊരു പങ്ക് വഹിക്കുന്നു. രണ്ടാമതായി, യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് തന്നെപ്പോലെ തന്നെ ഒരു കാര്യസ്ഥനെ അയക്കുന്ന കാര്യം വാഗ്ദത്തം ചെയ്തിരുന്നു. എന്നാൽ ആ കാര്യസ്ഥൻ എപ്പോൾ വന്നു എന്ന കാര്യം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ് നാം വായിക്കുന്നത്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉദ്ദേശിച്ചും തുടങ്ങിയ സകലത്തെക്കുറിച്ചുമായിരുന്നുവല്ലോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, യേശുക്രിസ്തു ചില കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. എന്നാൽ തൻ്റെ സ്വർഗാരോഹണത്തോടെ ആ കാര്യങ്ങൾ അവസാനിച്ചില്ല. മറിച്ച് സ്വർഗാരോഹണത്തിന് ശേഷവും യേശു ചില കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അത് താൻ പ്രവർത്തിച്ചത് താൻ അയച്ച പരിശുദ്ധാത്മാവിനാലായിരുന്നു. താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് പ്രസംഗിച്ചതും ശുശ്രൂഷകൾ ചെയ്തതും. താൻ പോയ ശേഷം ആ പരിശുദ്ധാത്മാവിനെ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അയച്ചു കൊടുത്തു. ആ കാര്യം അപ്പോസ്തല പ്രവർത്തികളിലാണ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്ന കാര്യം പ്രവർത്തികളുടെ പുസ്തകത്തിൽ നാം കാണുന്നു. യേശു ജീവിച്ചിരിക്കുന്നു എന്നത് അപ്പോസ്തല പ്രവൃത്തികളിലെ ഒരു പ്രധാന വാദമാണ്. അപ്പോസ്തലന്മാരുടെ പ്രസംഗം എന്ന് പറയുന്നത് യഹൂദന്മാർ റോമക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്നതാണ്. മരിച്ചുപോയ യേശുക്രിസ്തു എന്നാൽ ജീവിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്ന ഈ നസറായനായ യേശു എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശു ജീവിച്ചിരിക്കുന്നു എന്ന വാദം അപ്പോസ്തല പ്രവർത്തികളിൽ വളരെ വ്യക്തമായി കാണുന്നു. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഈ അധ്യായത്തിലെ ഒരു പ്രധാന വിഷയമാണ്. അതാണ് 1-ാം അധ്യായത്തിൽ താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് കാണുന്നു. ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ പിന്നീട് പൗലോസ് നൽകുന്നുണ്ട്. ആ പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതുന്ന കാലത്ത് 500-ലധികം ആളുകൾക്ക് ഒരുമിച്ച് യേശുക്രിസ്തു പ്രത്യക്ഷനായെന്നും ആ 500 പേരിൽ പലരും ജീവിച്ചിരിക്കുന്നുവെന്നും താൻ പറയുന്നു. അതിൻ്റെ അർത്ഥം
മറ്റ് പലരും പറയുന്നത് പോലെ അതൊരു ഹാലൂസിനേഷൻ അല്ലായിരുന്നു. എല്ലാവർക്കും ഒരുമിച്ച് ഹാലൂസിനേഷൻ വരികയില്ലല്ലോ. അപ്പോൾ യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് ഈ പുസ്തകത്തിൽ വ്യക്തമായി കാണുന്നു. പിന്നൊന്ന്, യഹൂദന് അവൻ്റെ രാജ്യം പുനഃസ്ഥാപിച്ച് കിട്ടണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. ആ കാര്യവും യഹൂദന്മാരായ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാം വാക്യത്തിൽ അവർ ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചോദ്യം വളരെ പ്രസക്തമായ ഒന്നാണ്. പലരും കരുതുന്നത് പോലെ ശിഷ്യന്മാരുടെ അറിവില്ലായ്മയാണ്, അവരുടെ പക്വതക്കുറവാണ്, കർത്താവിൻ്റെ പരിപാടികളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അവർ ചോദിച്ചതെന്നൊക്കെ പറയുമെങ്കിലും ഒരു യഹൂദൻ എന്ന നിലയിൽ അവർക്ക് അവരുടെ രാജ്യം സ്ഥാപിച്ച് കിട്ടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഈ ചോദിച്ച കാര്യം ലൂക്കോസ് എഴുതിയിരിക്കുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൂക്കോസ് ഈ ലേഖനം എഴുതുന്നതിൻ്റെ ഉദ്ദേശം റോമൻ ഗവൺമെൻറ്റുമായി പൗലോസ് പ്രസംഗിക്കുന്ന ക്രിസ്തീയ മാർഗത്തിനോ യാതൊരു വിധത്തിലുമുള്ള ഏറ്റുമുട്ടലുകളും ഇല്ല എന്ന് വരുത്തി തീർക്കുവാൻ കൂടിയാണ്. ഈ പുതിയ മാർഗത്തിന് രാഷ്ട്രീയമായ യാതൊരു ഉദ്ദേശങ്ങളുമില്ല എന്ന കാര്യം തിയോഫിലോസിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉദ്ദേശം ലൂക്കോസിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സംഭവം താൻ അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നത്. ശിഷ്യന്മാർക്ക് യഹൂദന്മാർക്ക് വേണ്ടി ഒരു രാജ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് വലിയ താല്പര്യമുണ്ടായിരുന്നു. സ്വാഭാവികമാണ്. കാരണം യഹൂദന്മാർ റോമിൻ്റെ അടിമത്തത്തിലാണ്. റോമാണ് അവരെ ഭരിച്ചുകൊണ്ടിരുന്നത്. റോമിൻ്റെ ഭരണത്തിൽ നിന്ന് അവർക്കൊരു വിടുതൽ വേണമെന്ന് ആഗ്രഹം യഹൂദന്മാർക്കുണ്ടായിരുന്നു. അത് സാധിക്കുമോ? ഒരു രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം റോമിൽ നിന്ന് ലഭിക്കുമോ എന്നാണ് അവർ ചോദിച്ചതിൻ്റെ അർത്ഥം. എന്നാൽ യേശുവിൻ്റെ മറുപടി ശ്രദ്ധിക്കുക. പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവിനോട് പീലാത്തോസ് സംസാരിക്കുമ്പോൾ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല. അതായത് യേശു ഒരു രാജാവാണെങ്കിലും തൻ്റെ രാജ്യത്വം റോമിനൊരു ഭീഷണിയേ അല്ല എന്ന് യേശു പറഞ്ഞു. അതേ കാര്യം തന്നെയാണ് ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ പറയുന്നത്. ഈ ശിഷ്യന്മാർ അവരുടെ വിശ്വാസം പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമല്ല. ഇന്ന് നാം ഈ വാക്ക് പലപ്പോഴും കേൾക്കാറുണ്ട്. ചില മതങ്ങൾക്ക് രാഷ്ട്രീയമായ ഉദ്ദേശമുണ്ട്, പൊളിറ്റിക്കൽ അംബീഷനുണ്ട്, രാഷ്ട്രീയമായി ഈ ഭൂമിയിൽ അധികാരം സ്ഥാപിക്കണമെന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ക്രിസ്തു വിശ്വാസത്തിന് അങ്ങനെയില്ല എന്ന് സ്ഥാപിക്കുവാൻ കൂടി ഈ പുസ്തകം നമ്മെ സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം യഹൂദനൊരു രാജ്യമെന്നുള്ളതല്ല ഈ സന്ദേശം. മറിച്ച് പാപക്ഷമയും നിത്യജീവനും യഹൂദന് മാത്രമല്ല, ശമര്യയിലുള്ളവർക്കും മറ്റ് എല്ലാ രാജ്യങ്ങളിലുള്ളവർക്കും ലോകമെമ്പാടുമുള്ള എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും ദൈവം വാഗ്ദത്തം ചെയ്യുന്നു എന്നതാണ് അപ്പോസ്തല പ്രവൃത്തികളിലെ പ്രധാന സന്ദേശം. യേശു അത് പറഞ്ഞതാണ്. എന്നാൽ ആ പറഞ്ഞത് പാലസ്തീനിൽ മാത്രം സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ യഹൂദന്മാരായ ശിഷ്യന്മാരോട് മാത്രമാണ്. എന്നാൽ ഇപ്പോൾ ആ സന്ദേശം യഹൂദന്മാരുടെ അതിർത്തിക്ക് പുറത്ത് പ്രസംഗിക്കപ്പെടുന്നു. യേശുവിൻ്റെ സുവിശേഷം സാർവലൗകികമാണ്, എല്ലാ ജാതികൾക്കുമുള്ളതാണ് എന്നും ലൂക്കോസ് ഇവിടെ പറയുകയാണ്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.